നമസ്കാരം. ഈ കുട്ടി ഷോയിലേക്ക് സ്വാഗതം. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ഈ റംസാൻ മാസത്തിൽ മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഒരു ഇഫ്താർ വിരുന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഇഫ്താർ വിരുന്നിന് വലിയ പ്രസക്തിയുണ്ട്. നമസ്കാരം. ഞാൻ ഏഷ്യാനെറ്റ് റേഡിയോയിൽ നിന്ന് നിയാസ് ഈ കുട്ടി. ഞാനിപ്പോൾ നിൽക്കുന്നത് യുഎയിലെ ഏറ്റവും ഹരിത മനോഹരമായ അലൈൻ എന്ന നഗരത്തിൽ. ഇവിടെ വരാൻ കാരണം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റേഡിയോ വിശൽത്തങ്ങളും കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഇവിടെ ഒരു ഇഫ്താർ നടക്കാൻ പോവുകയാണ്. ആ ഇഫ്താർ നടക്കുന്നത് അലൈനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പള്ളിയിലാണ്, ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ്. സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ അങ്കണത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് സെന്റ് ജോർജ് യാക്കോബായ പള്ളിയാണ്. ഈ പള്ളി ഇന്നത്തെ ദിവസം മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ വന്ന എല്ലാ സഹോദരങ്ങളെയും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളുടെ സന്തോഷത്തിലും ഈ അലൈൻ സെന്റ് ജോർജ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിന്റെ എല്ലാ ഇടഭാഗങ്ങളും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുകയും സ്നേഹസൗഹാർദ്ദം പങ്കുവയ്ക്കുകയും അതുവഴി കനിവിന്റെ കവാടങ്ങൾ തുറന്നുകാട്ടി അതിർവരമ്പുകളില്ലാതെ ലോക സമൂഹത്തിന് തന്നെ ഉദാത്തമായ മാതൃകയാവുകയാണ് ഇവിടുത്തെ മനുഷ്യർ. നമ്മുടെ ഈ ദേവാലയത്തിന്റെ പ്രദേശത്തുള്ള മുസ്ലിം സഹോദരങ്ങളെ വിളിച്ച് അവരോട് ഒത്തുചേർന്ന് ഒരു സന്തോഷം പങ്കിടുക എന്നുള്ള ഒരു ആശയം ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരികയും നമ്മുടെ ഈ ഇടവക കമ്മിറ്റിയുമായിട്ട് ചേർന്ന് അത് ചർച്ച ചെയ്ത് അതിനെ നല്ലൊരു സ്നേഹവിരുന്നായിട്ട് കണക്കാക്കി അവരെ വിളിച്ച് ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിരുന്ന് ക്രമീകരിച്ചത്. എല്ലാവർക്കും നന്മ നിറഞ്ഞ റമദാൻ ആശംസകൾ. ഇത് അലൈൻ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലെ അൽത്താരയാണ്. സാധാരണ ഇത് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും കുർബാനയ്ക്ക് വേണ്ടി മാത്രമാണ് തുറക്കുന്നത്. എന്നാൽ ഇന്ന് 2017 ജൂൺ 9 റംസാൻ മാസത്തിലെ 14ാമത്തെ നോമ്പിന്റെ ഈ ഇഫ്താർ സമയം തുറന്നിരിക്കുകയാണ് മഗ്‌രിബ് നമസ്കരിക്കുവാനായി. ഒരു ഇസ്ലാമിക രാജ്യത്ത് ജാതിമത ദേശങ്ങൾക്കപ്പുറം മതസൗഹാർദ്ദം പുണ്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പള്ളിയും പരിസരവും ഇവിടുത്തെ ക്രിസ്തീയ ഭക്തരും. ഇസ്ലാം മത വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്കായി പ്രത്യേകമായ ഒരു സ്ഥലം ആവശ്യമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരിടത്തും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ശുദ്ധമാക്കപ്പെട്ട ദേവാലയത്തിന്റെ അൾത്താരയുടെ മുന്നിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് നമസ്കരിക്കുവാനായി പരവതാനി വിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് അലൈൻ സെന്റ് ജോർജ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന ചർച്ച്. അലൈൻ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ ഇന്ന് നടന്ന മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഇമാം സൈനുല്ലാഹ്. ഇത്തരം മഹനീയ സംരംഭങ്ങൾ ഒരുക്കിയ പള്ളിയുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു നോമ്പുകാരന് നോമ്പ് തുറക്കാൻ ഭക്ഷണം നൽകുന്നത് തന്നെ പുണ്യമാണെന്നിരിക്കെ ഈ ദേവാലയത്തിലെത്തിയവർക്ക് ഭക്ഷണം ഒരുക്കുന്നതിൽ പള്ളിയിലെ വനിതാ സമാജത്തിലെ ക്രിസ്തീയ സഹോദരിമാർ കാണിച്ച താൽപര്യം പ്രശംസനീയമാണ്. വിഭവസമൃദ്ധമായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഇഫ്താറിന് ശേഷം അലൈൻ സെന്റ് ജോർജ് യാക്കോബായ ചർച്ചിൽ എല്ലാ സഹോദരങ്ങൾക്കും നൽകുന്നത്. അതിവിടെ വിളമ്പി തുടങ്ങിക്കഴിഞ്ഞ് ഇവരൊക്കെയാണ് അതിന്റെ ഭാരവാഹികൾ. ഇദ്ദേഹമാണ് ഇന്നത്തെ പാചകത്തിന് നേതൃത്വം നൽകിയത്, അല്ലേ? യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരാണ് പാചകത്തിന് നേതൃത്വം നൽകിയത്. അലൈൻ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലെ യൂത്ത് വിങ്ങാണ് ഈ നിൽക്കുന്നത്. എല്ലാവരും
പരിശുദ്ധ റംസാൻ മാസത്തിലെ നന്മ നിറഞ്ഞ ഈ ഇഫ്താർ വിരുന്ന് മതസൗഹാർദ്ദത്തിന്റെ കയ്യൊപ്പ് ചാർത്തി ചരിത്രമെഴുതിയിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം. അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇഫ്താർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അലൈൻ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലെ അതിഗംഭീരമായ ഇഫ്താർ കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തണം. ലോകമെമ്പാടുമുള്ളവർ ഇതറിയണം. ഇത്രയും നന്മയുള്ള ഒരു ഇഫ്താറിന്റെ കഥ എല്ലാവരും അറിയണം. ഒപ്പം വരും നാളുകളിലേക്കും വരുന്ന തലമുറയിലേക്കും ഒരു സന്ദേശം കൂടി.